ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മേജേഴ്സ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ചോറൂണ് നടത്തുന്നതിന് വേണ്ടിയുള്ള ചോറും പായസവും എടുത്തുകൊണ്ട് വന്ന് അവിടെ നിൽക്കുകയാണ് അവന്തിക. ആ താലം അങ്ങോട്ട് വെച്ചോളൂ എന്ന് തിരുമേനി പറയുമ്പോൾ അതവിടെ വെക്കുന്നുണ്ട് അവന്തിക. ശിവരാമൻ വീണ്ടും അവിടെ വന്ന് നിൽക്കുന്നത് അവന്തിക കാണുന്നു. ശിവരാമൻ വന്നതോടെ വളരെ ടെൻഷനോടെ നിൽക്കുകയാണ് അവന്തിക. ശരിയായ സ്ഥലത്ത് തന്നെയാണ് എൻ്റെ കുഞ്ഞ് എത്തിപ്പെട്ടത്. സ്വർഗത്തിലിരുന്ന് അവളെല്ലാം കാണുന്നുണ്ട്. അവളോട് ഞാൻ തെറ്റു ചെയ്തെങ്കിലും അതിൻ്റെ പേരിൽ നമ്മുടെ കുഞ്ഞ് ശിക്ഷിക്കപ്പെടില്ല. ഞാൻ മനസ്സിൽ കണ്ടതുപോലെ എൻ്റെ കുഞ്ഞിൻ്റെ ചോറൂണ് വലിയ നിലയിലാണ് നടക്കുന്നത്. ഈശ്വര, എൻ്റെ കുഞ്ഞിനെ എന്നും ഇങ്ങനെ തന്നെ കാത്തോണേ എന്ന് മനസ്സിൽ വിചാരിക്കുകയാണ് ശിവരാമൻ. ശിവരാമൻ അവിടെ നിൽക്കുന്നത് അവന്തിക കാണുന്നുണ്ട്. അവന്തികയെ കണ്ട് ശിവരാമൻ അവിടെ നിന്ന് മാറുന്നു. അപ്പോൾ അവന്തിക അവിടെയെല്ലാം നോക്കുന്നത് അർച്ചന ശ്രദ്ധിക്കുന്നുണ്ട്. എന്താണെന്ന് അറിയാൻ അർച്ചന നോക്കുമ്പോൾ ശിവരാമൻ അടുക്കള വശത്ത് നിൽക്കുന്നത് കണ്ട് അർച്ചന ഞെട്ടുന്നു. ഇത് കണ്ട് ഉടനെ ശിവരാമൻ അവിടെ നിന്ന് പോകുന്നു. ഈശ്വര, ശിവേട്ടനല്ലേ അത്? ശിവേട്ടൻ എന്താ ഇവിടെ എന്ന് വിചാരിച്ച് അർച്ചന പെട്ടെന്ന് ശിവരാമനെ നോക്കി അടുക്കളയുടെ ഭാഗത്തേക്ക് പോകുന്നു. ഇവളിത് എങ്ങോട്ടാ? ഇനി ഇവൾക്ക് എന്തെങ്കിലും സംശയം തോന്നി കാണുമോ എന്ന് ടെൻഷനോടെ മനസ്സിൽ വിചാരിക്കുകയാണ് അവന്തിക. ഇപ്പോൾ അടുക്കളയിലേക്ക് വന്നിരിക്കുകയാണ് അർച്ചന. ഈ സമയം തിരുമേനി പറയുന്നുണ്ട് ചടങ്ങുകൾ തുടങ്ങാമെന്ന്. കുട്ടികളുടെ അച്ഛന്മാർ അവിടേക്ക് ഇരുന്നോളൂ എന്നും പറയുന്നു. അർച്ചന ശിവരാമനെ അന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ അറിയാതെ കൈ തട്ടി ഒരു ഗ്ലാസ് താഴെ വീണ് പൊട്ടുന്നു. ഇത് കാണാതെ അർച്ചന തിരിച്ചു വരുമ്പോൾ ചില്ല് കാലിൽ കുത്തിക്കൊണ്ട് ചോര വരുന്നുണ്ട്. ആരാ തൊട്ടുകൊടുക്കുന്നത്? നിങ്ങൾ തന്നെയാണോ എന്ന് തിരുമേനി ചോദിക്കുമ്പോൾ അല്ല, അച്ഛനാണെന്ന് സച്ചി പറയുന്നു. എങ്കിൽ സാറും ഇരിക്കണമെന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ സേതുവും അവരുടെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. അർച്ചന ഇപ്പോൾ കാലിൽ കൊണ്ട് ആ ചില്ല് കഷ്ണം ഊരിയെടുക്കുന്നു. വേദന കൊണ്ട് നടക്കാൻ പറ്റാതെ അർച്ചന താഴേക്ക് വീഴുമ്പോൾ അവിടെ ഇരുന്ന് ആ ഡസ്റ്റ്ബിൻ മറിഞ്ഞ് അതിലുണ്ടായിരുന്ന വിഷക്കുപ്പി അർച്ചനയുടെ അടുത്ത് വന്ന് വീഴുന്നു. അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് രണ്ടുപേർക്കും പ്രസാദം തൊട്ട് കൊടുക്കുകയാണ് സേതു. അർച്ചന ഇപ്പോൾ ആ വിഷക്കുപ്പി എടുത്ത് മണത്ത് നോക്കുന്നു. ഈശ്വര, വിഷമാണല്ലോ ഇത്. ഇതെങ്ങനെ ഇവിടെ? ഇനി കുട്ടികൾക്ക് കൊടുക്കാനുള്ള ചോറിൽ ആരെങ്കിലും വിഷം ചേർത്തിട്ടുണ്ടാകുമോ ഈശ്വര എന്ന് പറഞ്ഞ് പെട്ടെന്ന് എഴുന്നേൽക്കുകയാണ് അർച്ചന. ഇനി ആ ചോറ് അല്പം എടുത്ത് രണ്ടുപേരുടെ നാവിൽ വെച്ചു കൊടുക്കുക എന്ന് തിരുമേനി പറയുന്നു. അർച്ചന എവിടെ പോയി എന്ന് സച്ചി ചോദിക്കുമ്പോൾ ഇനി വൈകിക്കണ്ട, കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുത്തോളൂ എന്ന് തിരുമേനി പറയുന്നു. അങ്ങനെ സേതു കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കാൻ തുടങ്ങുമ്പോൾ അത് കണ്ട് അവിടെ നിന്ന് സന്തോഷിക്കുന്നുണ്ട് അവന്തിക. അർച്ചന പെട്ടെന്ന് തന്നെ ആ കാലിൻ്റെ വേദനയും വെച്ച് വിഷക്കുപ്പിയുമായി അവിടെ വന്ന് നിൽക്കുന്നു. സേതു കുഞ്ഞിന് ചോറ് കൊടുക്കാൻ തുടങ്ങുന്നത് കണ്ട് അർച്ചന അവിടെ നിന്നും അച്ഛ എന്ന് വിളിക്കുന്നു. പെട്ടെന്ന് തന്നെ അവിടേക്ക് വന്ന് വീഴുകയാണ് അർച്ചന. ഇത് കണ്ട് ടെൻഷനോടെ നിൽക്കുന്നുണ്ട് അവന്തിക. അർച്ചന, എന്താ പറ്റിയേ? എന്താ ഇത്? എന്തിനാ ചോറ് തട്ടിക്കളഞ്ഞത് എന്നൊക്കെ സച്ചി ചോദിക്കുന്നു. അതിൽ വിഷമുണ്ടായിരുന്നു സച്ചിയേട്ടാ എന്ന് അർച്ചന പറയുമ്പോൾ എല്ലാവരും ഞെട്ടുന്നു. ആ കുപ്പി അടുക്കളയിൽ നിന്നും കിട്ടിയതാ. കുട്ടികൾക്ക് കൊടുക്കാനുള്ള ചോറിലും പായസത്തിലും ആരോ വിഷം കലർത്തിയിട്ടുണ്ടെന്ന് ഉറപ്പാ എന്ന് അർച്ചന പറയുമ്പോൾ സേതു ചോദിക്കുന്നുണ്ട്, നീ എന്താ മോളെ ഈ പറയുന്നേ എന്ന്. സത്യമാണച്ചാ, ഈ ചോറിലും പായസത്തിലും വിഷമുണ്ട് എന്ന് അർച്ചന കരഞ്ഞുകൊണ്ട് പറയുന്നു. ഇതൊക്കെ അർച്ചനയുടെ വെറും തെറ്റിദ്ധാരണയാ. ഇതിനകത്ത് വിഷവുമില്ല, ഒന്നുമില്ല. അടുക്കളയിൽ നിന്നൊരു കുപ്പി കിട്ടിയെന്ന് പറഞ്ഞ് അത് വിഷമാണെന്ന് ആര് പറഞ്ഞു? വെറുതെ ഒരു നല്ല ചടങ്ങ് നശിപ്പിച്ചു എന്ന് അവന്തിക പറയുമ്പോൾ അല്ല, ഇതിനകത്ത് വിഷമുണ്ട് എന്ന് അർച്ചന പറയുന്നു. നിനക്ക് എന്തു പറ്റി മോളെ? ഇതിനകത്ത് ആര് വിഷം ചേർത്തുവെന്നാ മോള് പറയുന്നേ എന്ന് സേതു ചോദിക്കുമ്പോൾ ആതിരയും ചോദിക്കുന്നുണ്ട്, ചേച്ചിയോട് ആരാ ഇത് പറഞ്ഞതെന്ന്. എന്നോടാരും പറഞ്ഞതൊന്നുമല്ല, ആ കുപ്പി ഞാൻ അടുക്കളയിൽ കണ്ടതാ എന്ന് പറയുന്നുണ്ട് അർച്ചന. ഇത് നിന്റെ തോന്നലായിരിക്കും എന്ന് സച്ചി. എൻ്റെ തോന്നലല്ല സച്ചിയേട്ടാ എന്ന് പറഞ്ഞ് കരയുന്നുണ്ട് അർച്ചന. അപ്പോൾ മീര പറയുന്നുണ്ട്, അർച്ചനയ്ക്ക് അങ്ങനെ സംശയമുണ്ടെങ്കിൽ ആ ചോറ് കുട്ടികൾക്ക് കൊടുക്കണ്ട എന്ന്. ഞാനിപ്പോൾ തെളിയിച്ചു തരാം എന്ന് പറഞ്ഞ് ആ ചോറെടുത്ത് കഴിക്കുകയാണ് അർച്ചന. അച്ചു, എന്താ മോളെ ഇത്? നീ മാറി നിൽക്ക്, ചടങ്ങ് നടക്കട്ടെ എന്ന് മാഷ് പറയുമ്പോൾ അർച്ചന പതിയെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. സേതുവേട്ടാ, ആദ്യം കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്ക്, എന്നിട്ട് പായസം കൊടുക്കാം എന്ന് കമല പറയുമ്പോൾ അത് കേട്ട് അർച്ചന ഓടി വന്ന് ആ പായസവും എടുത്തു കുടിക്കുന്നു. അർച്ചനയ്ക്ക് എന്തു പറ്റിയെന്ന് ചിന്തിച്ച് നിൽക്കുകയാണ് എല്ലാവരും. അർച്ചന വീണ്ടും അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. കുറച്ച് നടന്നു കഴിയുമ്പോൾ അവിടെ തല കറങ്ങി വീഴുകയാണ് അർച്ചന. സേതു അത് കണ്ട് മോളെ എന്ന് വിളിച്ച് അവിടെ നിന്നും എഴുന്നേൽക്കുന്നു. എല്ലാവരും ഓടി അർച്ചനയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. എല്ലാവരും പോയ സമയം നോക്കി ബാക്കിയിരുന്ന പായസം കാലുകൊണ്ട് തട്ടിക്കളയുകയാണ് അവന്തിക. ദേവി, എൻ്റെ മോളെ കാത്തോണേ എന്ന് പറയുകയാണ് കമല. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, കമലെ, ആ ജോലിക്കാരെ ആരെയും വിടരുത്, അവരായിരിക്കും ഇത് ചെയ്തത്, നീ അവിടെ ചെന്ന് നോക്കെന്ന് മാഷു പറയുമ്പോൾ കമലയും ആതിരയും അനഘയും കൂടി പോകുന്നു. എല്ലാം കണ്ട് ആകെ വിഷമിച്ച് തളർന്നിരിക്കുകയാണ് സേതു. അമ്മേ, ആ ജോലിക്കാരി എവിടെ പോയി എന്ന് ആതിര ചോദിക്കുമ്പോൾ കമല പറയുന്നുണ്ട്, അവരിവിടെങ്ങും കാണുന്നില്ലല്ലോ എന്ന്. ചിലപ്പോൾ പുറത്തെങ്ങാനും കാണും, വാ നോക്കാമെന്ന് പറഞ്ഞ് അനഘ അവരുമായി പുറത്തേക്ക് പോകുന്നു. പുറത്തു നിന്ന് ഒരു പാചകക്കാരനോട് കമല ചോദിക്കുന്നുണ്ട്, അകത്തു നിന്ന് ആ സ്ത്രീ എവിടെയെന്ന്.
അവർ നേരത്തെ പോയല്ലോ എന്ന് അയാൾ പറയുമ്പോൾ ആതിര ചോദിക്കുന്നുണ്ട്. പോയോ? എന്നിട്ട് അവർ ആരോട് പറഞ്ഞില്ലല്ലോ? അപ്പോൾ അവന്തിക മാറി നിന്ന് ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഒരുമിച്ച് വന്നിട്ട് അവർ മാത്രം എന്താ ആദ്യം പോയത്? അവർക്ക് ജോലി എടുക്കുന്നതിന്റെ ശമ്പളമൊന്നും വേണ്ടേ? എല്ലാത്തിനെയും പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. അനഘേ, നീ ഇപ്പോൾ തന്നെ പോലീസിനെ വിളിക്കുമെന്ന് കമല പറയുകയാണ്. അപ്പോൾ വേറൊരാൾ വന്ന് ചോദിക്കുന്നുണ്ട്. എന്തിനാ പോലീസിനെ വിളിക്കുന്നതെന്ന്? എന്തിനാണെന്നോ? പായസത്തിൽ വിഷം കലർത്തി കുഞ്ഞുങ്ങളെ കൊല്ലാൻ ശ്രമിച്ചതിന് എന്ന് കമല പറയുമ്പോൾ പാചകക്കാരെല്ലാം ഞെട്ടുന്നു. നിങ്ങളല്ലേ അവരെ കൊണ്ടുവന്നത്? പോലീസ് ചോദിക്കുമ്പോഴേ നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി അവർ ആരാണെന്നും എന്താണെന്നും ഒക്കെ എന്ന് പറയുന്നുണ്ട് കമല. വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചെന്നോ? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ എന്ന് അതിലൊരാൾ ചോദിക്കുമ്പോൾ ആതിര പറയുന്നുണ്ട്. ഇനി നിങ്ങളെല്ലാം പോലീസിനോട് പറഞ്ഞാൽ മതി. ആരാ നിങ്ങളോട് പായസത്തിൽ വിഷം കലർത്തി കുഞ്ഞുങ്ങളെ കൊല്ലാൻ പറഞ്ഞത്? ദൈവദോഷം പറയല്ലേ മാഡം, ഞങ്ങൾക്കിതിൽ ഒരു പങ്കുമില്ല. ആ കുട്ടി ഞങ്ങളുടെ കൂടെ വന്നതുമല്ല എന്ന് പാചകക്കാർ പറയുമ്പോൾ അവിടേക്ക് പെട്ടെന്ന് അവന്തിക വന്നിട്ട് പറയുന്നു. ദേ, കള്ളം പറയരുത്. നിങ്ങൾ ഒരുമിച്ചല്ലേ വന്നത്? ഇവരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. ഞങ്ങൾ പറഞ്ഞത് സത്യമാ. ഞങ്ങൾ വരുമ്പോൾ അവർ ഗേറ്റിന് പുറത്ത് കാത്തു നിൽക്കുമായിരുന്നു. ഞങ്ങളോട് അവർ പറഞ്ഞത് ഈ വീട്ടിലെ ജോലിക്കാരിയാണെന്നാ എന്ന് പാചകക്കാർ പറയുമ്പോൾ ഇത് കേട്ട് കമല പറയുന്നുണ്ട്. ജോലിക്കാരിയോ എന്ന്? നിങ്ങളുടെ കൂടെ വന്നതല്ലെങ്കിൽ പിന്നെ അവരാരാ? ജോലിക്കാരുടെ വേഷത്തിൽ എന്തിനവർ ഇവിടെ വന്നേ എന്ന് കമല ചോദിക്കുമ്പോൾ അതൊന്നും ഞങ്ങൾക്കറിയില്ല എന്ന് അവർ പറയുന്നു. അപ്പോൾ അവർ തന്നെയായിരിക്കും പായസത്തിൽ വിഷം ചേർത്തത്. വേറെ ആർക്കെങ്കിലും വേണ്ടി കൊട്ടേഷൻ ഏറ്റെടുത്ത് വന്നതായിരിക്കും അവർ എന്ന് അവന്തിക പറയുമ്പോൾ കമല പറയുന്നുണ്ട്. എൻ്റെ ദേവി, 2 പിഞ്ചു കുഞ്ഞുങ്ങളെ വിഷം കൊടുത്ത് കൊല്ലാനും മാത്രം ഈ കുടുംബത്തോട് ഇത്രയും ശത്രുതയുള്ളത് ആരാ? എന്തായാലും ഈ കാര്യം ഉടനെ തന്നെ പോലീസിൽ അറിയിക്കണം. ആ അവരാരാണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. ഒന്നും അറിയാത്ത പോലെ പറയുകയാണ് അവന്തിക. ഭാഗ്യം കൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടത്. ദേ, നിങ്ങൾ 2 പേരും പറഞ്ഞത് ഞങ്ങൾ വിശ്വസിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾക്കിതിൽ എന്തെങ്കിലും പങ്കുണ്ടെന്നറിഞ്ഞാൽ 2 പേരും ജയിലിൽ പോകേണ്ടി വരും. പറഞ്ഞേക്കാം എന്ന് പറയുകയാണ് കമല. അപ്പോൾ പോലീസിനെ വിളിക്കട്ടെ എന്ന് അനഘ ചോദിക്കുമ്പോൾ വേണ്ട, വരട്ടെ. ആദ്യം സേതുവേട്ടനോടും മറ്റുള്ളവരോടും വിവരം പറയാം. അവർ തീരുമാനിക്കട്ടെ എന്ത് വേണമെന്ന് പറഞ്ഞ് കമല അവരുമായി അവിടെ നിന്നും പോകുന്നു. അവന്തിക ഇങ്ങനെ ടെൻഷനോടെ നിൽക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകൾക്കായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.